ഇങ്ങനെ ഒരു തത്വം നാം പറഞ്ഞു കേട്ടിട്ടുണ്ടാകാം. ഗിവ് എ മാൻ എ ഫിഷ് ആൻഡ് ഹി വിൽ ഈറ്റ് ഫോർ എ ഡേ. ടീച്ച് എ മാൻ ടു ഫിഷ് ആൻഡ് ഹി വിൽ ഈറ്റ് ഫോർ എ ലൈഫ് ടൈം. മനുഷ്യന് ഒരു മീൻ കൊടുക്കുക, അവൻ ഒരു ദിവസം തിന്നും. ആ മനുഷ്യനെ മീൻ പിടിക്കാൻ പഠിപ്പിക്കുക, അവൻ ജീവിതകാലം മുഴുവൻ ഭക്ഷിക്കും. പറയുന്നതും പഠിപ്പിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നാം ക്രിസ്തുയേശുവിൻ്റെ സുവിശേഷം പറയുന്നവരാകാം, നല്ല കാര്യം. അത് കേട്ട് വിശ്വസിച്ച് ക്രിസ്തുവിൻ്റെ വിശ്വാസികൾ ആയവരുമുണ്ടാകാം. എന്നാൽ ഒരു ക്രിസ്തു വിശ്വാസി ആയതുകൊണ്ട് മാത്രം കാര്യമായില്ല. ക്രിസ്തു വിശ്വാസികൾ ക്രിസ്തു ശിഷ്യരാകണം. യേശു കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയ ഗ്രേറ്റ് കമ്മീഷൻ, ശ്രേഷ്ഠമായ നിയോഗമത്രേ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. പുതിയ നിയമത്തിലെ ശിഷ്യൻ എന്നതിൻ്റെ ഗ്രീക്ക് പദമാണ് മാത്തിസ്. അടിസ്ഥാനപരമായി വിദ്യാർത്ഥി അല്ലെങ്കിൽ പഠിതാവ് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. അതുപോലെ ഒരു ശിഷ്യൻ ഒരു അനുയായി കൂടിയാണ്. എന്നെ അനുഗമിക്ക എന്ന യേശു കർത്താവിൻ്റെ കൽപ്പനയാൽ അത്രേ അവനെ അനുഗമിച്ചവർ ശിഷ്യന്മാരായി തീർന്നത്. യേശു ഒരിക്കലും ആരോടും ഒരു ക്രിസ്ത്യാനിയായി തീരുവാൻ പറഞ്ഞില്ല. പകരം ശിഷ്യരാകുക എന്ന ഉപദേശം അത്രേ നൽകിയത്. ഇന്ന് ക്രൈസ്തവ ലോകത്തിൽ അനേകം നാമധേയ ക്രിസ്ത്യാനികളുണ്ട്. എന്നാൽ അതേസമയം ക്രിസ്തുവിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അവനെ അനുഗമിക്കുന്ന യഥാർത്ഥ ക്രിസ്ത്യാനികളുമുണ്ട്. ആ യഥാർത്ഥ ക്രിസ്ത്യാനികളത്രേ ക്രിസ്തു ശിഷ്യർ. Every disciple is a believer, but not every believer is necessarily a disciple. ഓരോ ശിഷ്യനും ഒരു വിശ്വാസിയാണ്. എന്നാൽ എല്ലാ വിശ്വാസികളും ഒരു ശിഷ്യനായിരിക്കണമെന്നില്ല. Jesus calls us to more than belief. He calls us to follow him and be his disciple. വിശ്വാസത്തെക്കാൾ കൂടുതലായി യേശു നമ്മെ വിളിക്കുന്നു. അവനെ അനുഗമിക്കാനും അവൻ്റെ ശിഷ്യരാകാനും അവൻ നമ്മെ വിളിക്കുന്നു. ഇന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, നാം ഒരു ക്രിസ്തു വിശ്വാസി മാത്രമോ അതോ ക്രിസ്തു ശിഷ്യരോ? ഒരു വിശ്വാസി ക്രൂശിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ശിഷ്യൻ തൻ്റെ ക്രൂശ് എടുക്കുന്നു. ഒരു വിശ്വാസി സൗകര്യമുള്ളപ്പോൾ ദൈവത്തെ അനുസരിക്കുമ്പോൾ ഒരു ശിഷ്യൻ സൗകര്യം പരിഗണിക്കാതെ ദൈവത്തെ അനുസരിക്കുന്നു. ഒരു വിശ്വാസി ഒരിക്കലായി തീരുമാനമെടുക്കുമ്പോൾ ഒരു ശിഷ്യൻ ദിനംതോറും തീരുമാനിക്കുന്നു. കാര്യങ്ങൾ ബുദ്ധിമുട്ടാകുമ്പോൾ ഒരു വിശ്വാസി പ്രാർത്ഥിക്കുന്നു. കാര്യങ്ങളെ പരിഗണിക്കാതെ ഒരു ശിഷ്യൻ പ്രാർത്ഥിക്കുന്നു. ഒരു വിശ്വാസി രക്ഷിക്കപ്പെടാനുള്ള ജീവിതം നയിക്കുന്നു. ഒരു ശിഷ്യനാകട്ടെ വിളിക്കപ്പെട്ട ജീവിതം നയിക്കുന്നു. ഒരു വിശ്വാസി സ്വർഗമുണ്ടാക്കാൻ പരിശ്രമിക്കുന്നു. ഒരു ശിഷ്യൻ ചരിത്രം സൃഷ്ടിക്കുന്നു. ഒരു വിശ്വാസി യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു. ഒരു ശിഷ്യനാകട്ടെ യേശു ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു. രണ്ട് കാര്യങ്ങൾ നാം ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, നാം ക്രിസ്തു ശിഷ്യർ എന്ന് ഉറപ്പുവരുത്തുക. രണ്ട്, നമുക്ക് ചുറ്റുമുള്ളവരെ ക്രിസ്തു വിശ്വാസികളാക്കുന്നതിലുപരി ക്രിസ്തു ശിഷ്യരാക്കുക. അവരെ വചനം പഠിപ്പിക്കുക. യഥാർത്ഥമായി യേശു കർത്താവിനെ അനുഗമിക്കാൻ അവർക്കായി പ്രാർത്ഥിക്കുക. ഹഡ്സൺ ടൈലർ പറഞ്ഞതത്രേ, The Great Commission is not an option to be considered. It is a command to be obeyed. ശ്രേഷ്ഠമായ നിയോഗം പരിഗണിക്കേണ്ട ഒരു തിരഞ്ഞെടുക്കലല്ല, അത് അനുസരിക്കേണ്ട കൽപ്പനയാണ്. Have a blessed day.